ഹൈമാവതി ശിവ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ചോറ് അരച്ചതായത്, ചോറ് അരച്ചെടുത്തതാണ്. ഇത് ലേശം ചാരം, ഇത് രണ്ടും കൂടി വഴുതിനിക്ക് കൊടുത്തിട്ട് നമുക്കൊരു വളം ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് വഴുതിനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കായ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്, നല്ല കായ് പിടുത്തത്തിന് വേണ്ടിയിട്ട് ഇത് ഒഴിക്കട്ടെ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇത് ഇതിലൊഴിക്കേ. ഇതിൽ രണ്ടരട്ടി വെള്ളമുണ്ട്. പോലെ ഇതിപ്പോൾ 1 ലിറ്റർ ഇത്, 2 ലിറ്റർ വെള്ളം, 3 ലിറ്റർ വെള്ളം, 1 ലിറ്റർ കഞ്ഞി ചോറരച്ചത് ഉണ്ടാ. ഇതാണ് ഇത് ചാരം ഉണ്ടാ, ഒരു പിടി ചാരം ഇത്ര മതി. വേണ്ട, ഇത് ഇളക്കിയിട്ട് നമുക്ക് അപ്പുറം കൊടുക്കാമല്ലോ, അതിന് കൊടുക്കാമല്ലോ. ഇത് നമുക്ക് നോക്കാമല്ലോ. ഒന്നും എടുത്തിട്ടില്ല, അത് പിടിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ വഴുതിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇത് നല്ല വഴുതിനെയാണ്. ഇത് കണ്ട, നല്ല വഴുതിനൊക്കെ ഒഴിക്കണം. കണ്ടാ, ഇതാണ് നല്ലൊരു വളമാണ്. പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടാണ്, പൂ നല്ലോണം വന്ന് കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒഴിക്കുന്നത്. ഇത് വേണ്ട, ഇത് കായ് കണ്ട, അതാ വേണ്ട വേണ്ട, കായ് കണ്ട, ഇതാ കായ് കണ്ട. ആ പണിയെടുക്കുന്നതിൻ്റെ ഗുണം കണ്ട, ഇതാ 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 ഇത് വേണ്ട, ഇതാ വേണ്ട, കായ് കണ്ട, ഇത് വേണ്ട. പിന്നെ ഇതാ ഇവിടെയുണ്ട്, ഇവിടെ കണ്ട, ഇത് കണ്ട, ഇതാ കായ് കണ്ട. ഇതാ വഴുതിന കണ്ട, പച്ച വഴുതിന ഇതാ അവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്. നല്ലോണം പണിയെടുത്താൽ നല്ല ഈ വളങ്ങളെല്ലാം ചേർത്ത്, നമ്മൾ വീട്ടിലുള്ള വളങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ചിട്ട്, ഇത് വെറും ചോറും, വീട്ടിൽ പഴങ്കഞ്ഞി ബാക്കിയുള്ള ചോറാണ്, ബാക്കിയുള്ള ചോറ് കളയണ്ട. അത് വേണ്ടിയിട്ട് അത് ഇതിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അത്രയും അതിൻ്റെ ഗുണം കിട്ടും. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത്.